ഏത് ആപത്ഘട്ടത്തിലും ബുദ്ധിപൂർവം എതിർത്ത് നിൽക്കുന്നതിന് ഉള്ളതിന് ഏറ്റവും നല്ലതാണ് ഹനുമാൻ ഗായത്രി മന്ത്രം ചൊല്ലുന്നതിലൂടെ. അപ്പോൾ ഈ ഹനുമാൻ ഗായത്രി മന്ത്രം നമ്മളത് ജപിച്ചാൽ നമുക്ക് തേജസ്സും അതേ കണക്ക് ആത്മവിശ്വാസം, നല്ല ബുദ്ധിശക്തി, അതേ കണക്ക് തന്നെ നമുക്ക് ശരിയായ സമയത്ത് ഉചിതമായ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് അവരവരുടേതായ ജീവിതത്തിൽ അത് കൈക്കൊള്ളുവാൻ കഴിയുന്നതും ആ ശരിയായ തീരുമാനങ്ങൾ കറക്റ്റായ രീതിയിൽ എടുക്കുമ്പോഴാണല്ലോ ഒരു മനുഷ്യൻ ശരിയായ ജീവിതചര്യകൾ അനുഷ്ഠിക്കുന്നത്. അപ്പോൾ ഈ ഹനുമാൻ ഗായത്രി മന്ത്രോപാസന നടത്തുന്ന ഏതൊരാൾക്കും, അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു പൈശാചിക ശക്തികൾക്ക് പോലും ശല്യപ്പെടുത്തുവാൻ സാധിക്കത്തില്ല എന്നതാണ്. ഇപ്പം നവഗ്രഹാദി ദോഷങ്ങളുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ശനിയുമായി ബന്ധപ്പെട്ട് ശനിദശ അങ്ങനതായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിലോ എന്നു വേണ്ട എല്ലാത്തിനെയും തരണം ചെയ്ത് ജീവിതത്തിൽ മുന്നേറാൻ പറ്റുന്നതാണ് ഈ ഹനുമാൻ ഗായത്രി മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ രോഗഭീതിയൊക്കെ ഉണ്ടെങ്കിൽ ഈ മന്ത്രമൊക്കെ ഒന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ആ രോഗഭീതിയൊക്കെ എത്രയും പെട്ടെന്ന് വിട്ട് അകലുന്നതാണ്. അത് സകല രോഗങ്ങൾ വരെ അത് അപ്രത്യക്ഷമാവും എന്നുള്ളതാണ് ഈ ഹനുമാൻ ഗായത്രി മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ പറഞ്ഞ ഹൃദയസ്തംഭനമോ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം, മറ്റുള്ള മാരകമായിട്ടുള്ള രോഗങ്ങളൊക്കെ അതൊക്കെ തുടങ്ങി നമ്മൾ ചികിത്സയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവരാ തന്നെയാണെങ്കിലും ഈ ഹനുമാൻ ഗായത്രി മന്ത്ര ജപത്തിലൂടെ അതൊരു ഔഷധങ്ങൾക്ക് ഫലസിദ്ധി കൈവരിക്കുന്നതാണ്. എന്നുവെച്ചാൽ രോഗങ്ങളൊക്കെ നിശ്ചയമായിട്ടും മാറുന്നതാണ്. അപ്പോൾ ആ ഹനുമാൻ ഗായത്രി മന്ത്രത്തെ ഞാനൊന്ന് പറയാം. അത് നിങ്ങൾ ശരിയായ വണ്ണം ഒരു 21 രൂപയോ അല്ലെങ്കിൽ അതിൻ്റെ മേളിൽ 51 എത്ര വേണമെങ്കിലും നിങ്ങൾക്കത് ചെല്ലാവുന്നതാണ്. അത് ചെല്ലുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതാണ്. ഓം ആഞ്ജനേയ വിദ്മഹേ മഹാബലായ ധീമഹി തന്നോ ഹനുമാൻ പ്രചോദയാത്. ഓം അഞ്ജനപുത്രനായ ഹനുമാൻ സ്വാമിയെ ഞാൻ ധ്യാനിക്കുന്നു. അല്ലയോ വർദ്ധിച്ച ശക്തിയുള്ള അവിടുന്ന് എനിക്ക് ബുദ്ധി നൽകിയാലും എൻ്റെ മനസ്സിൽ വെളിച്ചം നൽകി അനുഗ്രഹിച്ചാലും. അപ്പോൾ ഇത് നിങ്ങൾ ഇതേ രീതിയിൽ ഹനുമാൻ ഗായത്രി മന്ത്രം ചൊല്ലുക. നിങ്ങളുടെ എന്തൊക്കെ തടസ്സങ്ങളാണെങ്കിൽ പോലും അതെല്ലാം മാറി ജീവിത വിജയം ഉണ്ടാകുന്നതാണ്. നന്ദി, നമസ്കാരം.